ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു ഡേ മൈ ലൈഫാണ്. എൻ്റെ ചാനൽ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം ഒരു സൈഡിൽ ബെല്ലേക്കല്ലേ അതിൽ ഓൾ വേനൊക്കെ എന്നാലും ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ കുക്കറിൽ 3 ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ബ്ലാക്കിയും കുഞ്ഞിച്ചക്കനും വന്നിട്ടുണ്ട്. രാവിലെ തന്നെ വന്നതവൻ അവർ നമ്മളെ കുക്കർ വീടുന്ന് കൂക്കുന്നുണ്ട്. നമ്മളിന്ന് പൂരി മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഗോതമ്പ് പൊടി ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് മോദകം ഇടുന്നുണ്ട്. മോദകം ഇട്ടാൽ പൂരി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഗൈസ്. പിന്നെ നമ്മൾ അതിൽ പാകത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട്. നല്ലോണം കുഴച്ചെടുക്കണം. ഈ കുഴയിലാണ് പൂരിൻ്റെ തിക്നെസ് ഉണ്ടാവുക, പൂരി നല്ല ടേസ്റ്റ് ആവുക. പിന്നെ നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉള്ളി മുറിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്തിട്ടുണ്ട്. നമ്മൾ തോല് പൊളിക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ. നമ്മൾ ഉള്ളി മുറിച്ച് കഴിയുന്നത്ര. പിന്നെ നമ്മൾ ആ കുക്കറിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കടുക്, പിന്നെ നമ്മൾ അതിലേക്ക് ജീരകം ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഉഴുന്ന് ഇടുന്നുണ്ട്. ഉഴുന്ന് അതെല്ലാം പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉള്ളി ചേർക്കുന്നുണ്ട്. നമ്മളതിലേക്ക് പച്ചമുളകും ചേർക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇഞ്ചി, നമ്മളതിലേക്ക് മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടിച്ച് നല്ലോണം ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട്. ഇന്ന് മഴയായതുകൊണ്ട് പിന്നെ പുറത്തുനിന്നൊന്നും അലക്കാൻ കഴിയില്ല. അതിൽ നമുക്ക് പാൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളമല്ല ഒഴിക്കുന്നത്, പാലാണ് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒഴിക്കുന്നത്. നമ്മൾ ഉപ്പുണ്ടോ നോക്കുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഗ്രേവി വേണം, അതുകൊണ്ട് കുറച്ചും കൂടി നമ്മൾ പാൽ ഒഴിക്കുന്നുണ്ട്. ഉപ്പും കുറവാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ പല്ല് വെക്കുന്നുണ്ട്. ഇത് അടിപൊളിയായിട്ടുള്ള കണ്ണാടിയാണ് ഗൈസ്. ഇങ്ങനത്തെ കണ്ണാടി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അത് വാങ്ങി പിടിയെന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്തിരുന്നിരിക്കും. പിന്നെ നമ്മൾ ചായക്ക് പാൽ വെച്ചിട്ടുണ്ട്. പൂരി ചുട്ടെടുക്കാൻ നമ്മൾ ഓയിൽ അടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ കണ്ണാടി അങ്ങനെ ആയ കഥ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പം നമ്മൾ പാലിൽ ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് AVTൻ്റെ ചായപ്പൊടിയാണ്. നമ്മളങ്ങനെ പൂരി തേച്ച് ചുട്ടെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൂരിയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ പൂരി ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുഴുവനും പൂരി ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മളിനി ചായ കുടിക്കാനാണ് പോകുന്നത്. നമ്മൾ 2 പൂരിയേ കഴിക്കുന്നുള്ളൂ. നമ്മൾ പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട് പൂരി. പിന്നെ ചായ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാൽ ചായയാണ്. പൂരീൻ്റെ ഉള്ളു കണ്ടാവും. നമ്മളങ്ങനെ പൊട്ടാറ്റോ മസാല എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കുഞ്ഞിച്ചക്കനിവിടെ ഉറങ്ങുന്നുണ്ട്. അവന് പൂരി എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. പിന്നെ അമ്മ അപ്പുറത്തെ വീട്ടിലെ ഏച്ചിനോട് വർത്താനം പറയാൻ പോകുന്നുണ്ട്. കുറേ ആയോലോ ആ ഏച്ചിനെ കണ്ടിച്ച്. അപ്പം വന്നതിന് എന്തെല്ലാം ചോദിക്കാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മളെ ബ്ലാക്കി ഉണ്ട് ഇവിടെ. പിന്നെ അമ്മ അലക്കുന്നുണ്ട്. ആ അലക്കൽ അമ്മ മാത്രമേ അലക്കൂ, നമുക്കൊന്നും തരൂല. നമ്മൾ അലക്കട്ടെ ചോദിച്ചാൽ വേണ്ട, ഞാൻ അലക്കിക്കോളെന്ന് വെച്ചത് അലക്കുന്നതാണ്.
പിന്നെ നമ്മൾ പാല് വാങ്ങാൻ പോയിട്ട് പാല് വാങ്ങിച്ച് വന്നിട്ടുണ്ട്. ഈ പാല് കാച്ചുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ ബ്ലാക്കി പൂമ്പാച്ചനെ പിടിക്കാൻ പോയി ചോദിച്ചു പൂമ്പാച്ച കിട്ടിയിട്ടില്ല ഗൈസ്. അങ്ങനെ നിരാശയായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇന്ന് നെയ്ച്ചോറാണ് വെക്കുന്നത്. നെയ്ച്ചോറ് നല്ലോണം നമ്മൾ കഴുകുന്നുണ്ട്. പിന്നെ നമ്മൾ പാലിവിടെ കാച്ചുന്നുണ്ട്. ഞാൻ ശനിയാഴ്ച ഗിവ് അവേ വിന്നറെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ അരി കഴുകുന്നുണ്ട്. നിങ്ങൾ വേഗത്തിൽ പങ്കെടുത്തോ. ഞാൻ ശനിയാഴ്ച 8:30 ഗിവ് അവേ വിന്നറെ പ്രഖ്യാപിക്കും. പിന്നെ നമ്മളെ വന്ദേ ഭാരത് പോകുന്നുണ്ട്. നമ്മൾ പിന്നെ നെയ്യ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് വെണ്ണയാണ്, നമ്മൾ കടഞ്ഞെടുത്ത വെണ്ണയാണ്. പിന്നെ വീണ്ടും ചെക്കൻ എണീച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറുപയർ പായസം വെക്കുന്നുണ്ട്. വെള്ളം ഉരുക്കി വെച്ചതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ചാനലിൽ വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗാമ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ മറ്റേ ജാതിക്ക ഇട്ടിട്ടുണ്ട്. നമ്മൾ പിന്നെ പെരിഞ്ചീരകം ഇടുന്നുണ്ട് കുറച്ച്. പിന്നെ നമ്മൾ നെയ്യ് ഉരുക്കാൻ വേണ്ടിയിട്ട് ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെണ്ണ ഉരുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അതെല്ലാം വാട്ടിയതിന് ശേഷം നമ്മൾ റൈസ് ഇടുന്നുണ്ട്. റൈസ് ഇട്ട് നമ്മൾ നല്ലോണം വറക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൽ പാകത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഡബിൾ വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കും. നെയ്ച്ചോറിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ. നമ്മൾ നെയ്ച്ചോറ് മൂടുന്നുണ്ട്. പിന്നെ നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ആ വെണ്ണ ചീൻചട്ടി ചൂടായതിനു ശേഷം ആ വെണ്ണ ഇടുന്നുണ്ട്. നമ്മൾ ആ വെണ്ണ നല്ലോണം ഉരുക്കണം. വെണ്ണ നല്ലോണം ഉരുക്കണം. ഈ വെണ്ണ ഉരുകി വരുമ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല ഗൈസ്. നമ്മൾ ഈ പാത്രത്തിൽ എടുത്തുവെച്ച അത്രയൊന്നും ഉണ്ടാവില്ല. ഇവിടെ നല്ല മഴയാണ് ഗൈസ്. ഇന്ന് നമുക്ക് പുറത്തൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നല്ലോണം വെണ്ണ ഉരുക്കി എടുക്കുന്നുണ്ട്. വെണ്ണ നല്ലോണം ഉരുക്കി എടുക്കണം. നല്ലോണം ഉരുക്കി എടുക്കണേ. നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. നമ്മൾ നെയ്ച്ചോറൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നെയ്ച്ചോറ് ആയിട്ടുണ്ട്. നമ്മൾ നെയ്ച്ചോറ് കീച്ചു വെക്കാനാണ് പോകുന്നത്. നമ്മളെ നെയ്യുടെ ഉരുകി വരുന്നുണ്ട്. നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നെയ്യ് ഇത് ഇത്രേ ഉണ്ടാവും. നമ്മുടെ ആ വെണ്ണ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും പാട് നെയ്യ് കിട്ടുമെന്ന്. ഇതാ കണ്ട നെയ്യ് ഇത്രേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ആ ഒരു കുപ്പീൻ്റെ പകുതിയെ കിട്ടും ഗൈസ്. അങ്ങനെ നമ്മൾ നെയ്യ് ഇടക്കിച്ച് വെക്കുന്നുണ്ട്. നല്ല അടിപൊളി ഫ്രഷ് നെയ്യാണ്, നമ്മളെ ഹോം മെയ്ഡ് നെയ്യാണ്. നമ്മൾ അതിലേക്കൊരു തുളസി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ കറീൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നമ്മളെ ചാനലിൽ ചിക്കൻ കറീൻ്റെ റെസിപ്പി കുറേ ഉണ്ട് ഗൈസ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പല ടൈപ്പിൽ വെക്കുന്ന ചിക്കൻ കറീൻ്റെ റെസിപ്പി നമ്മളെ ചാനലിലുണ്ട്.
ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല. പിന്നെ ഇത് അമ്മീന്ന് അരക്കുന്നതാണ്, മല്ലിയാണ്. അമ്മീന്ന് അരച്ച് വെച്ച ചിക്കൻ കറി കൂട്ടാൻ നല്ല ടേസ്റ്റാണ് ഗൈസ്. നിങ്ങളെ വീട്ടിലെല്ലാം അമ്മി ഉണ്ടെങ്കിൽ ഒന്ന് അരച്ച് നോക്ക്, നല്ല അടിപൊളി ടേസ്റ്റാ. നമ്മൾ മിക്സിയിൽ നിന്ന് അരക്കുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റാണ് ഗൈസ് അമ്മീന്ന് അരച്ച് വെച്ച ചിക്കൻ കറിക്ക്. നിങ്ങളെ വീട്ടിലെല്ലാം അമ്മി ഉണ്ടെങ്കിൽ ഒന്ന് അരച്ച് നോക്ക്, നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ അമ്മക്ക് ഒരു നൊസ്റ്റാൾജിക്കൽ ഫീലിങ്സ് ഉണ്ട്, അതുകൊണ്ട് അമ്മ എല്ലാം അമ്മീന്ന് അരച്ചിട്ട് വെക്കും. നമ്മളെ നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം റെഡി ആയിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. നെയ്ച്ചോറുണ്ട്, ചിക്കൻ കറിയുണ്ട്, പപ്പടം, തൈരുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ അമ്മ ചായക്ക് പാലെടുക്കുമ്പോൾ പാലാടെ മറിഞ്ഞു പോയി. അങ്ങനെ അവർക്ക് കുടിക്കാൻ ഇഷ്ടം പോലെ പാല് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗായ്സ്. പിന്നെ നമ്മൾ ചായയെല്ലാം വെച്ചിട്ട് ചായയും നേന്ത്രപ്പഴമാണ് തിന്നുന്നത്. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.